ശ്രീ പി ആർ ശിവശങ്കർ, ശ്രീ വി പി മുസ്തഫയ്ക്കുള്ള ഒരു മറുപടിയിലേക്ക് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോകാം. കാരണം നേർക്ക് നേർ വരുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് സി പി എമ്മിന്റെ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ആ രീതിയിലായിരിക്കും. താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് നൈമിഷികമായ ആയുസ് മാത്രമേ ഉള്ളോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം വി പി മുസ്തഫ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു, ഒന്നോ രണ്ടോ ദിവസം ചർച്ചയായി ഇതങ്ങ് കെട്ടടങ്ങുമെന്ന്. പക്ഷേ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ മുതൽ ഇന്ന് നേതാക്കളെല്ലാം എടുത്തുപിടിച്ചിരിക്കുന്നത് ആ പ്രസംഗത്തിലെ കണ്ടന്റിനുള്ള ഉള്ളടക്കത്തിനുള്ള മറുപടിയാണ് എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. സെമി ഫൈനലിൽ മൂന്നിടത്ത് ജയിച്ചു, പക്ഷേ തെലങ്കാനയിൽ എന്തെങ്കിലും അത്ഭുതം കാട്ടാൻ കഴിഞ്ഞോ എന്ന ചോദ്യം അവിടെ ആവർത്തിക്കുന്നു. കർണാടക ഓർമ്മിപ്പിക്കുന്നു. ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്താണ്? ഇതൊക്കെ കണ്ടുകൊണ്ട് കർണാടകം പോലെയാണ് കേരളം, അല്ലെങ്കിൽ കർണാടകത്തിൽ എടുക്കാൻ കഴിഞ്ഞ ഒരു മുന്നേറ്റം പോലും കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം മുന്നിൽ ഉണ്ടോ? അതോ ബി ജെ പിക്ക് വലിയ അത്ഭുതങ്ങൾ മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ? ശ്രീ പി ആർ ശിവശങ്കർ. സുജിയ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നേതാവിൻ്റെ വളർച്ചയാണ്. 2014 നരേന്ദ്രമോദി കേരളത്തിലേക്കും അതേപോലെ ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു BJPയുടെ നേതാവായിരുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു. അത് 2019 അദ്ദേഹം രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ നേരിടപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ നേതാവായിരുന്നു. ആ പ്രധാനമന്ത്രിയായിട്ടാണ് ഈ ഇന്ത്യയിലും കേരളത്തിലും ജനങ്ങളെ അഭിസംബോധന ചെയ്തതും ജനങ്ങളുടെ മുന്നിൽ വെച്ചതും. 2023 അദ്ദേഹം ലോകത്തിൻ്റെ മുഴുവൻ നേതാവായി, ലോകത്തിൻ്റെ മുഴുവൻ ആരാധ്യനായ, ലോകത്തിലെ മുഴുവൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവായി മാറിയിരിക്കുന്നു. അത്രയ്ക്ക് തലയെടുപ്പുള്ള, തലപ്പൊക്കമുള്ള ഒരു നേതാവ്, അതിൻ്റെ അടുത്തെങ്ങുമുള്ളൊരു നേതാവ് നിർഭാഗ്യവശാൽ CPMൻ്റെ കാര്യം പറയുന്നില്ല, കോൺഗ്രസ്സിന് പോലും ഇല്ല എന്നുള്ളത് സത്യമാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അത്രയേറെ തലപ്പൊക്കമുള്ള ഒരു നേതാവില്ല. ശശി തരൂർ വരെ പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മളത് കേട്ടതാണ്. അപ്പോൾ ഒരു സൈന്യാധിപനില്ലാതെ ഒരു സൈന്യത്തെ നയിക്കേണ്ടി വരുന്ന ഗതികേട് അത് കോൺഗ്രസ്സിനുണ്ട്. CPMനാണെങ്കിൽ സൈന്യമേ ഇല്ല. പിന്നെ അവർ ദേ ഓൾവേസ് എന്താ പറയുക, ദേ ബിക്കം എ കൺസൾട്ടൻറ്റ് ടു എവരി വൺ. See, somebody doesn't have any work, he will become a consultant. The seed bull also like that. When they are tired, they will become the consultant. ഇതാണ് ഒരു രീതി, CPMൻ്റെ രീതി. അത് അവർക്കാവാട്ടോ. When somebody will become totally tired, they can become a consultant. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഗതികേടെന്ന് വെച്ചാൽ അവർക്ക് മുന്നിലേക്ക് വയ്ക്കുവാൻ ആശയമില്ല. ഇപ്പം നോക്കൂ, നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്താ, അദ്ദേഹം വാഗ്ദാനങ്ങളല്ല നൽകിയത്. ഹീ ഗിവൺ ദ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ എന്താണ്? നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയേറെ വിഷമം എന്താണ്, തല്ലാനായിട്ട് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇവിടെ കരച്ചിൽ തുടങ്ങി. ഞങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു. 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ ഞങ്ങൾ കൊടുത്തില്ലേ? 30 കോടിയിലേറെ വനിതകൾക്ക് മുദ്രാ ലോൺ കൊടുത്തില്ലേ? ഞങ്ങൾ സൈനിക സ്കൂളിൽ പെൺകുട്ടികൾക്ക് സംവരണം നൽകിയില്ലേ? തെരുവ് കച്ചവടക്കാർക്ക് സ്ത്രീകൾക്ക് സഹായം നൽകിയില്ലേ? 7 ലക്ഷം വനിതകൾക്ക് ബാങ്ക് അക്കൗണ്ട് കേരളത്തിൽ നൽകിയില്ലേ? ഉജ്ജ്വല യോജന നൽകിയില്ലേ? ഇതെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ഇവരാകെ വിഷമിച്ചു കഴിഞ്ഞു. കാരണം നടപ്പിലാക്കിയ കാര്യങ്ങൾ, പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയത് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. രാജ്യം മുഴുവൻ നടപ്പാക്കിയ, ശിവശങ്കർ വിഷയത്തിലേക്ക് വരൂ. അതായത് രാജ്യം മുഴുവൻ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് കേരളത്തിൽ വന്ന് പറയുമ്പോൾ കേരളത്തിൽ ആ ഗ്യാരണ്ടി കേട്ട് BJPക്ക് വോട്ട് ചെയ്യും എന്ന ഒരു ഗ്യാരണ്ടി, ആ ഒരു തീരുമാനം കേരളത്തിലെ ജനങ്ങൾ എടുക്കുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിന് ഈ ഒരു പ്രസംഗം മതിയോ? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി മതിയോ? സുജിയ, നമുക്ക് കണക്കുകൾ അറിയാമല്ലോ. തീർച്ചയായും അല്ല, അതും വേണം. ഞങ്ങളുടെ ഗ്യാരണ്ടി നമുക്ക് നോക്കൂ. ഇപ്പം അതിന് എത്രയോ നാളുകളായിട്ട് 2014 തൃശ്ശൂരിലെ മാത്രം കണക്കുകൾ എടുക്കൂ. തൃശ്ശൂരിൽ 111.5% ആയിരുന്നു 2014 KP ശ്രീശൻ മത്സരിക്കുമ്പോൾ. സുരേഷ് ഗോപി അത് 28.23% അതിനുശേഷം 2021 31 അപ്പോഴൊക്കെ കോൺഗ്രസിനും BJPയുള്ള വ്യത്യാസം 3% ഉള്ളൂ. എപ്പോഴാണ് CPMന് ഒരു ഇതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? CN ജയേന്ദ്രൻ 42% 2014 38% കുറയുക ചെയ്തത്. അപ്പോൾ CPM ഒക്കെ എപ്പോഴും കുറയ്ക്കുമ്പോൾ തൃശ്ശൂർ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും BJP നിരന്തരമായി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അവർക്ക് കാണാം. അപ്പോൾ നരേന്ദ്രമോദി ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വെറുതെ ഒരു വർത്തമാനമല്ല. ഇറ്റ്സ് നോട്ട് എ ബ്രാൻഡ് പ്രൊമോഷൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളായി ജീവിച്ച, അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച ആദർശങ്ങളുടെ ഏറ്റവും നല്ല വാക്കുകളായിട്ടാണ് ജനങ്ങൾ അതിനെ കണക്കാക്കുന്നത്. അദ്ദേഹം ഇന്ത്യ ടുഡേൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് നോട്ട് എ ഗ്യാരണ്ടി, it is word from my heart.
ജനങ്ങളുടെ മുൻപിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം ഗ്യാരണ്ടി ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹം അടുത്ത 10 വർഷം നടത്താൻ പോകുന്ന കാര്യങ്ങൾ വെക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു വിരണ്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഈ CPM പറയുന്നത് ഞങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിലൊന്നും വിശ്വാസമില്ല, ഈ കാര്യങ്ങളിലൊന്നും വിലയില്ല. പിന്നെ ഞാൻ തിരിച്ചെത്താം ശ്രീ പി ആർ ശിവശങ്കർ. ഇവിടെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ശ്രീ പി ആർ ശിവശങ്കർ അടുത്ത ഘട്ടത്തിൽ ഞാൻ എത്താം. അടുത്ത ഘട്ടത്തിൽ വരാം. ഒരു മിനിറ്റ് സൂര്യ. അല്ല സൂര്യ, കർണാടകയിലെ കാര്യം അദ്ദേഹം ചോദിച്ചല്ലോ. കർണാടകയിൽ CPM-ന്റെ വോട്ട് പെർസെൻറ്റേജ് എത്രയാ? BJP-ക്ക് എത്രയാ? 36.35. വിജയിച്ച കോൺഗ്രസിൽ എത്രയാ? 38.14%. ദർ ഇസ് ഓൺലി 2% ഡിഫറൻസ്. സമ്മതിച്ചു, ഞങ്ങൾ തോറ്റു. പക്ഷേ നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാൻ അവിടെ 36% ആളുകളുണ്ട്. എന്നിട്ട് CPM പറയാണ് BJP-യുടെ വാക്കുകൾ കേൾക്കാൻ, നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാൻ. ഇത് ആരെയാണ് ഈ കണക്കുകൾ പഠിപ്പിക്കുന്നത്? ജനങ്ങൾക്കറിയാം, വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്.